ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതെൻ്റെ ടെറസാണ്. അപ്പോൾ ടെറസിൽ നമ്മൾ മുൻപ് ചെയ്തിരുന്ന പഴയ കൃഷിയൊക്കെ ഇപ്പം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മൾ പഴയ കൃഷി ഇപ്പോൾ കുറേ നാളായിട്ട് അങ്ങനെ കാര്യമായിട്ട് കൃഷിയൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത്. ഇനി പുതിയതായിട്ട് ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കൃഷിക്കായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന മണ്ണൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇപ്പോൾ തട്ടിക്കുടഞ്ഞ് നമ്മളൊരു ഷീറ്റിൽ വെയിൽ കൊള്ളിക്കാനായിട്ട് നിരത്തിയിട്ടേക്കുകയാണ്. അപ്പോൾ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മണ്ണാണ് ഇതൊക്കെ. കുറേ നാളായി ഞാൻ ടെറസിൽ കൃഷിയൊക്കെ ചെയ്തിട്ട് കുറച്ച് വെണ്ടയ്ക്ക, മുളക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഗ്രോ ബാഗിലെ കൃഷി നമ്മൾ ഒരു വട്ടം ചെയ്ത് കഴിഞ്ഞ് പിന്നീട് ആ മണ്ണ് നമ്മൾ രണ്ടാമത് അതിലേക്ക് കൊണ്ടുപോയി വിത്തോ ചെടിയോ ഡയറക്റ്റ് നടുന്നതിന് പകരം അതൊന്ന് നല്ലതുപോലെ വെയിൽ കൊള്ളിച്ചതിന് ശേഷം പിന്നീട് അതിൽ വളങ്ങളൊക്കെ ചേർത്ത് നടുകയാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ അതിൽ നിന്ന് വിളവ് ലഭിക്കും. അപ്പോൾ എന്നെ സഹായിക്കാനായിട്ട് ഒരു ചേച്ചി കൂടെ ഉണ്ട്. അപ്പോൾ ഈ ചേച്ചി ഇതുപോലുള്ള പണികൾക്കൊക്കെ ഞാൻ ഇടയ്ക്ക് വിളിക്കുന്നതാണ്. അപ്പോൾ ചേച്ചി മണ്ണിലേക്ക് ഇപ്പോൾ ഡോളമേറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഡോളമേറ്റ് അല്ലെങ്കിൽ കുമ്മായം, ഈ രണ്ടിലേതെങ്കിലും ഒന്ന് നമ്മൾ ഇതുപോലെ വെയിൽ കൊള്ളിക്കുമ്പോൾ മണ്ണിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. മണ്ണിലുള്ള അണുക്കളൊക്കെ നശിക്കാൻ ഒരുപാട് നല്ലതാണ്. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും ഇപ്പോൾ അറിയാവുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഡോളമേറ്റാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഡോളമേറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഡോളമേറ്റ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കൃഷി ചെയ്യാം. അതായത് ഒരു 5 days ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കൃഷി ചെയ്യാൻ പറ്റും. പക്ഷേ കുമ്മായം ആണെങ്കിൽ നമ്മളൊരു 15 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് വേണം പിന്നീട് നമ്മൾ ആ മണ്ണ് ഉപയോഗിച്ച് കൃഷി ചെയ്യാനായിട്ട്. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം. അപ്പം ഞാൻ അധികം ഡോളമേറ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡോളമേറ്റ് നല്ലതുപോലെ വിതറി കൊടുത്തതിന് ശേഷം നമ്മളൊരു 5 ദിവസം ഇതുപോലെ നല്ല വെയിൽ കൊള്ളിക്കണം. അപ്പം രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വെയിൽ കൊള്ളിച്ചതിന് ശേഷം മഴയുണ്ടെങ്കിൽ നമ്മൾ ഇത് വാരിക്കെട്ടി വയ്ക്കുക. പിറ്റേ ദിവസം നമ്മൾ ഇതുപോലെ നിരത്തിയിട്ടിട്ട് വെയിൽ കൊള്ളിക്കുക. അങ്ങനെ ഒരു 5 ദിവസമാണ് ഞാൻ ഈ മണ്ണ് റെഡിയാക്കി എടുത്തത്. ഡോളോമേറ്റോ അല്ലെങ്കിൽ കുമ്മായോ ഒക്കെ ട്രീറ്റ് ചെയ്ത മണ്ണിലേക്ക് നമ്മൾ ചെടികൾ നടുമ്പോൾ ചെടികൾ നല്ലതുപോലെ വളർന്നു വരും. പ്രത്യേകിച്ച് തക്കാളി പോലുള്ള ചെടികൾക്കൊക്കെ നല്ലതുപോലെ കാൽസ്യം അത്യാവശ്യമാണ്. അപ്പോൾ ആ ചെടികൾ നല്ലതുപോലെ വളർന്നു വരാനും അതിൽ കായകളൊക്കെ നല്ലതുപോലെ പിടിക്കാനും ഒക്കെ നമുക്ക് ഇങ്ങനെ ട്രീറ്റ് ചെയ്ത മണ്ണ് സഹായിക്കും. കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ടാണ് ചിലപ്പോൾ ചില ചെടികളിൽ കായകൾ നന്നായിട്ട് പിടിക്കാത്തതും അല്ലെങ്കിൽ ചെടിയുടെ വളർച്ച മുരടിച്ചു പോകുന്നതും ഒക്കെ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ചെടികളൊക്കെ നല്ലതുപോലെ വളർന്നു വരാനൊക്കെ സഹായിക്കും. അപ്പോൾ നമ്മുടെ മണ്ണൊക്കെ നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു 5 ദിവസം നമ്മൾ ഇതുപോലെ വെയിൽ കൊള്ളിക്കും. അതിന് ശേഷമായിരിക്കും നമ്മൾ വിത്തുകളൊക്കെ പാകി നമ്മൾ ചെടിയൊക്കെ നടാൻ പോകുന്നത്. ഇങ്ങനെ വെയിൽ കൊള്ളിച്ച മണ്ണിലേക്ക് നമ്മുടെ കയ്യിലുള്ള വളങ്ങളൊക്കെ ചേർത്ത് അതിലേക്ക് വിത്തോ തൈകളോ ഒക്കെ നമുക്ക് നടാം. അപ്പം ഞാനും നട്ട തൈകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ എല്ലാം ഒന്നും വീഡിയോ എടുത്തിട്ടില്ല, അപ്പോൾ ഉള്ളതൊക്കെ കാണിച്ചു തരാം. നമ്മൾ ആദ്യം വെണ്ടയുടെ വിത്താണ് പാകിയത്. അത് ഇതുപോലെ മുളച്ച് നിൽപ്പുണ്ട്. ആനക്കൊമ്പൻ വെണ്ടയാണ്. ഇതും വെണ്ട വിത്താണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ അടുത്തുള്ളത് ഇത് നമ്മുടെ പൊന്നാങ്കണ്ണി ചീരയാണ്. അപ്പോൾ എനിക്കൊരു ചേച്ചി തന്നതാണത്. അപ്പോൾ അതിങ്ങനെ മുളച്ച് വന്നിട്ടുണ്ട്. ഇത് മുളകിൻ്റെ തൈകളാണ്. പിന്നെ ഇത് ബീറ്റ്റൂട്ടിൻ്റെ തൈകൾ. ഇത് തക്കാളിയാണ്. തക്കാളിയൊക്കെ നമ്മൾ നേരത്തെ തന്നെ വിത്ത് പാകിയിരുന്നു കേട്ടോ. അപ്പം നമ്മൾ മണ്ണ് റെഡിയാക്കുന്നതിന് മുമ്പ് തന്നെ അതിൽ വിത്തൊക്കെ പാകി മുളപ്പിച്ച് തൈകളാക്കിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ നമുക്ക് നടാൻ പറ്റി. ഇത് കുക്കുംബറാണ് കേട്ടോ, സാലഡ് കുക്കുംബർ. പിന്നെ അടുത്തുള്ളതും ഒരു വെള്ളരിയാണ്. ഇത് സാലഡ് കുക്കുംബറാണ്. പിന്നെ അതിൻ്റെ അടുത്തുള്ളത് പയറും സാലഡ് കുക്കുംബറും ഒക്കെ ഉണ്ട്. ഒരു വലിയ ബിന്നായതുകൊണ്ടാണ് ഞാൻ അത്രയും നട്ടത്. പിന്നെ ഇത് നമ്മുടെ ഒരു പച്ച കുറ്റി ബീൻസ് ഇല്ലേ, പച്ച കളറുള്ള, അതാണ്. അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതിൻ്റെ വിത്ത് പാകിയതാണ്. 2 എണ്ണേ മുളച്ച് കിട്ടിയുള്ളൂ. ഇതിൽ ചെറുതായിട്ട് പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ളത് മുളകിൻ്റെ ഒരു തൈയാണ്. അതുപോലെ നമ്മൾ കോളിഫ്ലവറും ക്യാബേജും ഒക്കെ നട്ടിട്ടുണ്ട്. ഒരുപാടൊന്നുമില്ല കേട്ടോ, 2-3 ചട്ടികളിലായിട്ട് നട്ടിട്ടുണ്ട്. പിന്നെ ഇത് വെണ്ടയാണ്. നമ്മുടെ സാധാ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന വെണ്ടയാണ്. അത് നേരത്തെ നട്ടതുകൊണ്ട് അതിൻ്റെ തൈകളൊക്കെ കുറച്ച് വലുതായപ്പോൾ തന്നെ പെട്ടെന്ന് നടാൻ പറ്റി. അപ്പോൾ ഇതിൽ ഇപ്പോൾ കായൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് തക്കാളിയുടെ തൈകളാണ്.
അപ്പം നമ്മൾ ബീട്രൂട്ട് പാകിയ ആ ഒരു ബാഗിൽ തന്നെയാണ് നമ്മൾ തക്കാളിയുടെ വിത്ത് പാകിയിരുന്നത്. അപ്പോൾ അതെല്ലാം നല്ല ഹെൽത്തിയോടെ തന്നെ വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പറിച്ച് മാറ്റി നടണം. അപ്പോൾ ഇത് എല്ലാം കൂട്ടത്തോടെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വന്നിട്ടുണ്ട്. നല്ല കരുത്തുള്ള തൈകളാണ്. അപ്പോൾ അത് മാറ്റി നടണം. ഇത് നമ്മൾ ആദ്യം കാണിച്ചില്ലേ ബീട്രൂട്ടിൻ്റെ തൈകൾ, അത് വളർന്ന് ഇത്രയായിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ടാണ് നടുന്നത്. അതെങ്ങനെയായിരിക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഇത് മുളകിൻ്റെ തൈകളാണ്. നമ്മൾ ആദ്യം കാണിച്ചില്ലേ ഒരു കുഞ്ഞു 3 തൈകൾ, അത് ഇത്രയും വളർന്ന് വലുതായി. പിന്നെ ഇത് കണ്ടോ, ഇത് നമ്മുടെ ബീൻസാണ് കേട്ടോ. ആ 2 ചെടികളും നല്ലതുപോലെ വളർന്നു. കണ്ടോ, അതിൽ കണ്ടോ ചെറുതായിട്ട് കായകളൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് പയറാണ്, നമ്മുടെ സാധാ വള്ളിപ്പയറില്ലേ അതുപോലെ തന്നെ ഇതും വള്ളിപ്പയറാണ്. ഇത് പക്ഷെ ഒരുപാട് പടരാതെ നിന്നിട്ട് വള്ളി കുറച്ച് നീളം വയ്ക്കുന്ന ഒരു ടൈപ്പ് പയറാണ്. ഇതൊക്കെ നേരത്തെ തന്നെ നട്ടത് കൊണ്ട് അതിൽ കായ പിടിച്ചു. പിന്നെ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ എന്താ പറയുക അർമേനിയൻ കുക്കുംബറില്ലേ, ആ ഒരു പേരുള്ള സാലഡ് കുക്കുംബറാണ്. അപ്പോൾ അതിൽ നിറച്ച് കായകൾ തുരുതുരാ ഇങ്ങനെ പെട്ടെന്ന് കായകൾ ഉണ്ടാവും കേട്ടോ. കണ്ടോ, നല്ല നീളമൊക്കെ വയ്ക്കും. നമ്മൾ നല്ല ടേസ്റ്റൊക്കെയാണ് കേട്ടോ. ഇതാണ് ഞാൻ ആദ്യം വെച്ച ചെടി. അപ്പോൾ ഇതിൽ എനിക്ക് ആദ്യമേ തന്നെ 2 വലിയ കായകൾ ഉണ്ടായി. അത് ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം പിന്നീട് ഉണ്ടാവുന്നതാണ് കേട്ടോ ഈ കുഞ്ഞു കായകളൊക്കെ. നിറച്ച് പൂവിടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് കായൊക്കെ പിടിക്കുന്നുണ്ട്. പിന്നെ എല്ലാ കായകളൊന്നും നല്ലതുപോലെ പിടിക്കാറില്ല, പക്ഷേ ഇങ്ങനെ ഒരുപാട് കായകൾ ഇങ്ങനെ ഇടുന്നുണ്ട്. അതിൻ്റെ പരാഗണം ശരിക്കും നടക്കാത്തത് കൊണ്ടായിരിക്കും എല്ലാ കായകളും പിടിക്കാത്തത്. ഇനി നമ്മൾ ആദ്യം കണ്ട തൈകളില്ലേ ചെറിയ കുഞ്ഞു തൈകൾ, അതൊക്കെ വളർന്ന് വലുതായപ്പോൾ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇത് ക്യാബേജ് ആണെന്നാണ് തോന്നുന്നത്. ഇത് ക്യാബേജാണ്. പിന്നെ അതിൻ്റെ അടുത്ത് നിൽക്കുന്നത് ബീട്രൂട്ടിൻ്റെ തൈയാണ്. പിന്നെ അതുപോലെ ഇത് നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന കൊത്തമര ഇല്ലേ, അതാണ്. ഇതും ക്യാബേജാണ്. പിന്നെ നമ്മൾ ആനക്കൊമ്പൻ വെണ്ടയുടെ വിത്തുകൾ പാകിയിരുന്നല്ലോ, അത് ഞാനിങ്ങനെ ഇടയ്ക്ക് മാറ്റി നട്ടതാണ്. അപ്പോൾ അതൊക്കെ ഇത്രയും വലുതായിട്ടുണ്ട്. സമയം കിട്ടുന്നതനുസരിച്ച് നമ്മൾ ഓരോ ചെടി വീതം ഇങ്ങനെ മാറ്റി നട്ടുകൊണ്ടിരിക്കും. പിന്നെ ഇത് കണ്ടോ, ഇതാണ് നട്ടോ നമ്മുടെ ബീൻസ്. അതിൽ നിറച്ച് പൂവും കുഞ്ഞു കായകളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. 2 ചെടിയേ ഉള്ളൂ, പക്ഷേ അത് 2ലും നല്ലതുപോലെ പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. കണ്ടോ, കുഞ്ഞു കായകൾ നിറച്ച് പിടിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ എനിക്ക് നമ്മൾ പന്തലിൽ കയറുന്ന വള്ളി ബീൻസ് ഉണ്ടല്ലോ, അതുണ്ട്. അത് കുഞ്ഞു തൈകളാണ്, വളർന്നു വരുന്നതേ ഉള്ളൂ കേട്ടോ. ചെറുതായിട്ടൊന്ന് പടരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് ഞാൻ കാണിച്ചു തരാം. അത് നമ്മൾ വിത്ത് വാങ്ങി നട്ടതാണ്. ഇതാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ വിത്തിൽ നിന്ന് ഉണ്ടായതാണ് ഈ കുറ്റി ബീൻസ്. ഇതാണ് ഞാൻ പറഞ്ഞ വള്ളി ബീൻസ് കേട്ടോ. അത് ഇത്രേ ആയിട്ടുള്ളൂ. ഇതിനൊരു ചെറിയൊരു പന്തൽ പോലെ എന്തെങ്കിലും ആക്കി കൊടുക്കണം. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു വെള്ളരിയുടെ തൈയുണ്ട്. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വെള്ളരിയില്ലേ കറി വയ്ക്കാൻ, അതിൻ്റെ വിത്ത് പാകിയതാണ്, വളർന്നു വരുന്നതേ ഉള്ളൂ. പിന്നെ ഇത് നമ്മൾ ആദ്യം കണ്ട തക്കാളിയുടെ തൈയില്ലേ, അത് വളർന്നതാണ്. അതിൽ ചെറുതായിട്ട് പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ തക്കാളി തൈകളാണ് നമ്മൾ ആദ്യം വെച്ചിട്ടുള്ളത്. കണ്ടോ, അതിൽ ചെറുതായിട്ട് കായൊക്കെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് പൊന്നാങ്കണ്ണി ചീരയാണ്. നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പൊന്നാങ്കണ്ണി ചീര കാണിച്ചിരുന്നല്ലോ, ആ ചെടി കുറച്ച് വളർന്നപ്പോൾ അതിങ്ങനെ മുറിച്ച് നട്ടതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ സാധാ ചീരയുടെ വിത്തൊക്കെ കിടന്നത് വളർന്നു വരുന്നുണ്ട്. പിന്നെ ഇത് ഒരു വെണ്ടത്തൈയാണ്, അതിലും കായൊക്കെ പിടിച്ച് വരുന്നുണ്ട് നല്ലതുപോലെ. പിന്നെ നമ്മൾ നട്ടിട്ടുള്ളത് കോവലാണ്. ഇത് ഒത്തിരി പണ്ട് മുതലേ ഉള്ളൊരു കോവലിൻ്റെ തണ്ടാണ് കേട്ടോ. അതിങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റി നടും. ഇപ്പം വേറൊരു വലിയ ഡ്രമ്മിലായിരുന്നു, ഇപ്പോൾ അതിൽ നിന്ന് പറിച്ച് ഞാൻ ഇതിലേക്ക് മാറ്റി നട്ടതാണ്. അപ്പോൾ നട്ടപ്പോൾ തന്നെ പെട്ടെന്ന് കായകളൊക്കെ പിടിച്ചു തുടങ്ങി. നല്ല മൂത്ത തണ്ടായതുകൊണ്ടായിരിക്കാം നല്ലതുപോലെ കായകളൊക്കെ പിടിച്ചു തുടങ്ങി കേട്ടോ. നല്ല നീളമുള്ള കോവയ്ക്കാണ്. അപ്പോൾ ഇത് നമ്മൾ ചെറിയൊരു പന്തലൊക്കെ നമ്മൾ ഇതിന് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. കുഞ്ഞു കായകൾ ഇത് ഇത്രയും വളർന്നിട്ടുള്ള ആൾ, പക്ഷേ നല്ലതുപോലെ കായൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യം കാണിച്ചിട്ടുള്ള ആ കുഞ്ഞു പയറും തൈകളാണ് കേട്ടോ. അത് ഇത്രയും വളർന്ന് വലുതായിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നതിൽ കായൊക്കെ പിടിച്ചു തുടങ്ങി കേട്ടോ. അത്യാവശ്യം കായകളൊക്കെ അതിലായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് പടവലം ആണുള്ളത്. പടവലത്തിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്, വിത്ത് മുതൽ വിളവ് വരെ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് ബേബി പടവലമാണ്. കുഞ്ഞു കായകളൊക്കെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ ഇതൊക്കെ ഞാൻ സമയം കിട്ടുമ്പം കുറച്ച് വീഡിയോയുടെ ഭാഗങ്ങളൊക്കെ എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പം ഇത് കണ്ടോ, ചെറിയ കുഞ്ഞു കായ ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ അർമേനിയൻ കുക്കുംബർ, ഞാൻ പറഞ്ഞില്ലേ കാണിച്ചു തരാമെന്ന്. ഇതാണ് കേട്ടോ ഫസ്റ്റ് ആദ്യം ഉണ്ടായ 2 കായകളാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. തുടക്കത്തിൽ ഞാൻ ആദ്യം നട്ട ചെടിയായിരുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നിന്ന് പെട്ടെന്ന് കായ ലഭിച്ചു. ഇത് നമ്മുടെ സാധാ കുക്കുംബറിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ, വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഇത് നമ്മൾ അധികം മൂക്കുന്നതിന് മുമ്പ് പറിച്ച് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരുപാട് കായകളുണ്ടാകും, നല്ല നീളമൊക്കെ വയ്ക്കും. ഇതുപോലെ എനിക്ക് ആദ്യം 2-3 കായകൾ നല്ല വലുത് കിട്ടി. അതിന് ശേഷമാണ് പിന്നെ കുഞ്ഞു കുഞ്ഞു കായകൾ തുരുതുരാ ഉണ്ടാവാൻ തുടങ്ങിയത്. തുടക്കത്തിൽ 2-3 കായകളാണ് ആദ്യം ഉണ്ടായത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ടെറസിലെ ഇപ്പോഴത്തെ കൃഷി വിശേഷങ്ങൾ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. താങ്ക്